ബാംഗ്ലൂർ ലൈഫ് ഇത്ര എക്സ്പെൻസീവ് ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യം തന്നെ കുറച്ച് ക്യൂട്ട്നെസ് വാരി പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് നെക്സസ് മാളിലോട്ടാണ്. ഇവിടാണെങ്കിൽ ബാഗ് സെക്യൂരിറ്റി ചെക്കപ്പിന് കൊടുക്കുന്നില്ല, കാരണം അതിൽ മേക്കപ്പ് സെറ്റ് ഉണ്ട് പോലും. മാളിലാണെങ്കിൽ മലയാളികളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നെക്സസ് മാൾ കേരളത്തിലാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഈ ഒരു കാറിൽ എന്നെ കയറ്റുമെന്ന് ചോദിച്ചു. ഒറ്റയടിക്ക് പുള്ളി പറയാൻ കയറ്റാൻ പറ്റത്തില്ലെന്ന്. അപ്പം തന്നെ ഞാൻ നേരെ പോയി ഒരു മോമോസ് കഴിച്ചാണ് ആ ഒരു വിഷമം തീർന്നത്. അപ്പോൾ ഉണ്ടാ ഞങ്ങളുടെ സിസ്റ്ററിന്റെ ഫ്രണ്ട് ഞങ്ങളോട് ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് ഞങ്ങളെ ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾ നടക്കുന്നത് കോരമംഗല പബ്ബിലോട്ടാണ്. അപ്പോൾ ഒരു കൊച്ചിനിക്ക് റോസാപ്പൂ തന്നു. എവിടെ ചെന്നാൽ ഈ പെമ്പിളർക്കല്ലേ എന്നെ മതി. ആദ്യം കണ്ടൊരു പബ്ബിൽ ഞങ്ങൾ കയറി, അത്ര വൈബ് തോന്നിയില്ല. അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഊബർ വിളിച്ചെങ്കിലും ഊബർ ഡ്രൈവർ വണ്ടി കൊടുക്കുന്നതിന് പകരം പുള്ളി RCBയുടെ മാച്ച് കാണുക. ഞാൻ CSK ഫാനാണെന്ന് പുള്ളി കേട്ടതോടെ പുള്ളിക്ക് എന്നോടൊരു പുച്ഛം. കന്നഡയിൽ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഞാൻ അവസാനം ബാലയ്യ ഫാനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അപ്പം തന്നെ എനിക്ക് ഡബിഡി പാട്ടൊക്കെ ഇട്ട് തന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ചർച്ച് സ്ട്രീറ്റിലോട്ടാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഈ ഒരു സ്ട്രോബെറിയും ചോക്ലേറ്റോടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം മേടിച്ചാട്ടോ. സംഭവം നൈസാണ്. അന്ന് RCBയും CSKയും തമ്മിലുള്ള മാച്ച് ഉണ്ടായിരുന്നു. അന്ന് CSK തോറ്റല്ലോ. അപ്പോൾ CSK എല്ലാം കൂടെ വട്ടത്തിൽ തൂക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ എൻ്റെ പരിസരത്തോട്ടേ പോയില്ല. പക്ഷെ എൻ്റെ കണ്ണ് നേരെ പോയത് ഈ ഒരു GTRലോട്ടാണ്. GTR കണ്ടപ്പോൾ എൻ്റെ റിലേ എല്ലാം പോയി. ബാക്കി നാളെ.